ദേവീ ഭാഗവതത്തില് ജനമേജയനാണ് ഈ ദേവീ ഭാഗവതം വ്യാസമഹർഷിയിൽ നിന്ന് കേൾക്കുന്നത്. അങ്ങനെ 9ാമത്തെ ദിവസം ഇത് സമർപ്പിക്കുമ്പോൾ പരീക്ഷിത്തിൻ്റെതായ ആത്മാവ് ആ ദേവീ സന്നിധിയിൽ ദേവിയുമായിട്ട് ലയിച്ചു ചേർന്നതായ ഒരു കാഴ്ച ഉണ്ടായി. ആ കാഴ്ച വർണ്ണിക്കുന്ന ഭാഗമാണ്. 18 കോട്ടകൾക്കുള്ളിലായിക്കൊണ്ടുള്ള ദേവിയെ നവരത്ന മണ്ഡപത്തിലായിട്ട് കണ്ടു. ഭുവനേശ്വരി ആണ് ദേവീ ഭാഗവതത്തിൻ്റെതായ പ്രധാന മൂർത്തി പൂജ ഭുവനേശ്വരിയാണ്. പൂർവ്വകാലങ്ങളിൽ കേരളത്തിലെ പ്രത്യേകിച്ച് നായർ തറവാടുകളിലൊക്കെ ഈ ഭുവനേശ്വരിയെ പൂജിക്കുന്ന രീതി ഉണ്ടായിരുന്നു, ഉപാസന ഉണ്ടായിരുന്നു. സന്തതികൾക്കും സമ്പത്തിനും അതുപോലെ രോഗനിവാരണത്തിനുമൊക്കെ ഭുവനേശ്വരി ത്രിഭുവനേശ്വരിയാണ് പിന്നെ ഭുവനേശ്വരി ആയിട്ട് ലോപിച്ചത്. അപ്പോൾ ആ ഭുവനേശ്വരിയെ ജനമേജയനും വ്യാസനും ഓരോ കോട്ടകൾ കടന്ന് കണ്ടു എന്ന് പറയുന്ന ആ ഭാഗത്തിൻ്റെതായ വർണ്ണനയാണ്. അത് ഓരോ കോട്ടകളിൽ എത്തുന്ന സമയത്ത് അവിടെയുള്ളതായ പല അത്ഭുതകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. ഇപ്പം ഇരുമ്പ് കോട്ട മുതൽ പിന്നീട് നവരത്ന കോട്ട വരെ 18 കോട്ടകളാണ്. അതിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ഓരോ കോട്ടയിലും ആ ദേവിയുടേതായ സാന്നിധ്യം പറയാനായിക്കൊണ്ട് ഇവിടെ ഓരോ വിളക്കുകൾ കത്തിക്കും. 18 കോട്ടയായതുകൊണ്ട് 72 വിളക്ക്, 4 വിളക്ക് വീതം 72ഓളം പേര് ഇത് തന്നതുകൊണ്ട്, അതിൽ നെയ്വിളക്ക് സമർപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്കായിക്കൊണ്ട് 72 വിളക്ക്. അപ്പോൾ അതാത് ആളുകൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ അതിൻ്റെ വർണ്ണന ഇവിടെ ഞാൻ പറയും. അപ്പോൾ ഞാനിങ്ങനെ പറയും. ഇതാ ഇരുമ്പ് കോട്ടയ്ക്കകത്ത് പരീക്ഷിത്ത് രാജാവും വ്യാസമഹർഷിയും എത്തിച്ചേർന്നു. അവർ ദേവിയുടേതായ ഉപദേവതകളെ അവിടെ കണ്ടു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളിതാ 1ാമത്തെ വിളക്ക് കൊളുത്തുന്നു എന്ന് പറയുമ്പോൾ ആ ഭാഗത്തുനിന്ന് സദസ്സിലിരിക്കുന്ന ഭാഗത്തു നിന്നുള്ള 1ാമത്തെ വിളക്ക്, ആ 1 എന്നുള്ളതായ ടോക്കൺ കിട്ടിയ 4 പേർക്ക് കൊളുത്താം. 4 വിളക്കുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ 2ാമത്തെ കോട്ട പറയും. ആ സമയത്ത് 2ാമതുള്ളവർക്ക് ആ വിളക്കുകൾ കൊളുത്താം. വിളക്ക് കൊളുത്താനായിക്കൊണ്ട് ഇവിടെ കൊടിവിളക്കുണ്ട്. 4 കൊടിവിളക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതെങ്ങനെയാ കൊളുത്തുക എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. ഇനി അഥവാ ഏതെങ്കിലും കോട്ടയ്ക്കുള്ളതായ വിളക്ക് കൊളുത്തുന്ന ആൾ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് സംഘാടകരാരെങ്കിലും കൊടുക്കാം. ആ ഓരോ കോട്ടയ്ക്കകത്ത് ദേവിയെ കാണുന്ന സമയത്ത് ഇവിടെ ഒരു കർപ്പൂരവും ഉണ്ടാവും. അപ്പോൾ ഈ വിളക്ക് കൊളുത്താനായിക്കൊണ്ട് ആ നമ്പർ കിട്ടിയവർക്ക് വരിയായി വന്ന് നിൽക്കാം. ആദ്യം 1, 2, 3 ഇങ്ങനെയുള്ളതായ ആളുകൾ നിൽക്കുകയാവും നല്ലത്. ആ 3 ആളുകൾ കൊളുത്തി കഴിയുമ്പോൾ പിന്നെ 4, 5, 6 സോൺ 1, സോൺ 2, സോൺ 3 എന്നൊക്കെ വിളിക്കണത് പോലെ എനിക്ക് ഇവിടുന്ന് വിളിക്കേണ്ടി വരും എയർപോർട്ടിൽ. 4 പേർക്കുണ്ട്, അതറിയാം. അതല്ലേ പറഞ്ഞത്. 1 എന്ന് 4 പേർക്ക് എഴുതി തന്നിട്ടുണ്ടാവും, അവർ 4 പേർക്ക് ആദ്യം വരാം. 2 എന്ന് 4 പേർക്ക് എഴുതിയിട്ടുണ്ടാവും, അവർ 4 പേർക്ക് വരാം. അങ്ങനെ. അപ്പോൾ 1 എന്നെഴുതിയവർ ആദ്യം, 1 എന്ന് എഴുതി കിട്ടിയവർ ആദ്യം വരാം. അവരത് കൊളുത്തിക്കഴിഞ്ഞാൽ ഇവിടെ കർപ്പൂരം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോയി അവരുടെ സീറ്റിൽ തന്നെ ഇരിക്കാം. അവരുടെ സീറ്റിൽ ആ സമയത്ത് വേറെ ആരെങ്കിലും കയറി ഇരിക്കരുത്. അതും കൂടിയുണ്ട്. അവിടെ സീറ്റ് പോയിട്ട് ഇവിടെ വരുമ്പോൾ കൊളുത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കും സീറ്റ് പോകുമോ എന്നുള്ള പേടി, അത് വേണ്ട. അപ്പോൾ ആ 1 കൊളുത്തിക്കഴിഞ്ഞാൽ അവർ പിന്നീട് തിരിച്ചു വരും. കുറച്ചൊക്കെ ഈ പറഞ്ഞതൊക്കെ വേണ്ട പോലെ ആവില്ല. കുറച്ചൊക്കെ ഒരു അങ്കലാപ്പും ബഹളമൊക്കെ ഉണ്ടാവും. അതൊക്കെ കോലാഹലം, ദേവിയുടെ കോലാഹലം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ദേവിയുടേതായ നാമം ജപിച്ചുകൊണ്ട് നമുക്കത് ആഘോഷിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. ശ്രീ ജഗദംബികായൈ നമ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. 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 സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. ശ്രീ ജഗദംബികായൈ നമ. അങ്ങനെ പരീക്ഷിത്ത് രാജാവിൻ്റെ ആത്മവ്യക്തിത്വം ഓരോ കോട്ട കടന്നുകൊണ്ട് ദേവിയെ കാണാനായിട്ട് ചെല്ലണം എന്ന് വ്യാസമഹർഷി
പുത്രനായ ജനമേജയന് കാണിച്ചു കൊടുക്കും. അവൻ ആദ്യമായിട്ട് ആ ദേവിയുടേതായ സന്നിധിയിലേക്ക് പോകാനായിക്കൊണ്ട് ജനമേജയനും വ്യാസമഹർഷിയും ചെന്ന സമയത്ത് ഒരു വലുതായ ഇരുമ്പ് കോട്ട കണ്ടു എന്ന മുഴുവൻ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതായ, ഇരുമ്പ് എന്നുള്ള ലോഹം കൊണ്ട് നിർമ്മിച്ചതായ വലുതായ ഒരു കോട്ട. ആ കോട്ടയ്ക്കയുടെ അകത്തായിക്കൊണ്ട് ധാരാളം സരസ്സുകൾ, തടാകങ്ങൾ കണ്ടു, അനവധി വൃക്ഷങ്ങൾ കണ്ടു എന്ന് മാത്രമല്ല പൂവ് പിരിഞ്ഞു നിൽക്കുന്നതായിട്ട് പല വിധത്തിലുള്ളതായ പുഷ്പങ്ങളും ഇവിടെ ദേവിയുടേതായിട്ടുള്ളതായ ഉപദേവതമാരെ കണ്ടു. അങ്ങനെ ഇരുമ്പ് കോട്ടയ്ക്കകത്ത് എത്തിച്ചേർന്നു എന്നതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ വിളക്ക് ഇങ്ങോട്ട് കൊളുത്താം. 4 പേർക്ക് ആദ്യത്തെ വിളക്ക് കൊളുത്താം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 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 അങ്ങനെ ആ ഒന്നാമത്തെ കോട്ടയെ അവിടെ തൂളത്തിയ ആളുകൾക്ക് തിരിച്ചു പോവാം. ഇനി രണ്ടാമത്തെ നമ്പർ കിട്ടിയ ആളുകൾ വരാം. അവര് ഈ പറഞ്ഞതായ ഇരുമ്പ് കോട്ട കടന്ന് പിന്നീട് ആ ജനമേജയനും വ്യാസമഹർഷിയും മുന്നോട്ട് പോയപ്പോഴാണ് ഓടുകൊണ്ട്, ബ്രോൺസ് കൊണ്ട്, ഓടുകൊണ്ടുണ്ടാക്കിയതായ ഒരു കോട്ട കണ്ടു. അതിൽ മുഴുവൻ വസ്തുതകളും ഓടുകൊണ്ട് നിർമ്മിച്ചതാണ്. വലുതായ കോട്ടത്തളങ്ങൾ എന്ന് മാത്രമല്ല പല രീതിയിലുള്ളതായ പക്ഷികളുടേതായ പൂജനം അത് ആ ഭാഗത്ത് കണ്ടു. അങ്ങനെ രണ്ടാമത്തെ കോട്ടയിൽ പ്രവേശിച്ചു എന്നതിന്റെ ഭാഗമായി 2 എന്ന നമ്പർ കിട്ടിയ ആളുകൾക്ക് ആ 4 വിളക്ക്, രണ്ടാമത്തെ 4 വിളക്ക് കൊടുക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ആ 2 എന്ന വിളക്ക് കൊളുത്തിയവർ പ്രാർത്ഥിച്ച് അവർക്ക് തിരിച്ചു പോകാം. ഇനി മൂന്നാമത്തെ നമ്പർ കിട്ടിയ ആളുകൾക്ക് തയ്യാറാകാം. അങ്ങനെ ഓടിൻ്റെതായ കോട്ട കടന്ന് മുന്നോട്ട് ചെന്നതായ സമയത്ത് ജനമേജയനും വ്യാസമഹർഷിയും വലുതായ ചെമ്പ് കൊണ്ടുള്ള ഒരു കോട്ടയ്ക്കകത്തി എന്നാണ്. ആ ചെമ്പ് കോട്ടയ്ക്കകത്തായിക്കൊണ്ട് പല വിധത്തിലുള്ളതായ മനോഹരമായ പുഷ്പങ്ങൾ എന്ന് മാത്രമല്ല വസന്ത ഋതു തന്റേതായ ഭാര്യമാരോടൊപ്പം മധുശ്രീ, മാധവശ്രീ എന്നൊക്കെ പറഞ്ഞതായ ആ ഭാര്യമാരോടൊപ്പം വസന്ത ഋതു വസിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ആ മൂന്നാമത്തെ കോട്ടയ്ക്കകത്തെത്തി എന്നുള്ളത് മൂന്നാമത്തെ വിളക്ക് 3 നമ്പർ കിട്ടിയവർക്ക് കൊടുക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 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 സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. പിന്നീട് 4ാമത്തെ കോട്ട കാരിയം കൊണ്ടുണ്ടാക്കിയതായ കോട്ടയാണ്. 4 എന്ന നമ്പർ കിട്ടിയ ആളുകൾക്ക് ആ വിളക്ക് കൊളുത്താം. ആ കാരിയം കോട്ടയ്ക്കകത്തായിക്കൊണ്ട് ഗ്രീഷ്മ ഋതുവാണ് പ്രധാനമായിട്ട് താമസിക്കുന്നത്. ഗ്രീഷ്മ ഋതുവിന്റെ ഭാര്യമാരാണ് ശുഭശ്രീ, ശുക്രശ്രീ മുതലായത്. അങ്ങനെ ആ 2 ഭാര്യമാരോടൊപ്പം ഗ്രീഷ്മ ഋതു വസിക്കുന്നതായ ആ കാര്യക്കോട്ടയ്ക്കകത്തെത്തി എന്നതിന്റെ ഭാഗമായിട്ട് 4ാമത്തെ വിളക്ക് ഇവിടെ കർപ്പൂരം കത്തിക്കുന്നതാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. 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 സർവത്ര ദേവീ നാമ സങ്കീർത്തനം.
മഹാദേവ്യൈ നമഃ. അഞ്ചാമത്തെ കോട്ട പിച്ചള കൊണ്ടുള്ള കോട്ടയിലേക്ക് എത്തിച്ചേരണം. 5 എന്ന നമ്പറുള്ളവർക്ക് അടുത്ത വിളക്ക് കൊളുത്താൻ തയ്യാറാവാം. 5ാമത്തേതായ വിളക്ക് കൊളുത്താം. അവിടെ പ്രധാനമായിട്ടുള്ള ആ കോട്ടയ്ക്കകത്ത് താമസിക്കുന്നത് വർഷ ഋതുവാണ്. മഴക്കാലം. വർഷ ഋതുവിനാണെങ്കിൽ 12 ഭാര്യമാരുണ്ട്. മാലിനി, അംബ, ധൂല, നവശ്രീ, വാരിധാര ഇങ്ങനെയൊക്കെയുള്ളതായ 12 ഭാര്യമാരോടൊപ്പം വർഷ ഋതു താമസിക്കുന്നതായ ആ പിച്ചളക്കോട്ടയ്ക്കകത്തെത്തി എന്നുള്ളതിന്റെ ഭാഗമായിട്ട് 5ാമത്തേതായ വിളക്ക് കൊളുത്താം. ഇവിടെ ദീപാരാധന ചെയ്യും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. 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 പിന്നീട് 5ാമത്തെ പഞ്ചലോഹം കൊണ്ടുള്ളതായ കോട്ടയാണ്. 6ാമത്തെ പഞ്ചലോഹം കൊണ്ടുള്ളതായ കോട്ട. പഞ്ചലോഹ കോട്ടയിലേക്ക് ഉള്ള ആളുകൾക്ക് എത്തിച്ചേരാവുന്നതാണ്. 6 എന്ന നമ്പർ കിട്ടിയ ആളുകൾക്ക് അടുത്ത വിളക്ക് കൊളുത്താം. ആ കോട്ടയ്ക്കകത്തായിക്കൊണ്ട് ശരത് ഋതുവാണ്. ശരത് എന്ന് പറഞ്ഞതായ കാലമാണ്. ശരത് ഋതുവിൻ്റെതായ ഭാര്യമാരാണ് ഇഷുലക്ഷ്മി, ഊർജലക്ഷ്മി. അങ്ങനെയുള്ള ആ ഭാര്യമാരുമായിട്ട് പഞ്ചലോഹ കോട്ടയ്ക്കകത്തായിക്കൊണ്ട് 6ാമത്തെ കോട്ട. അവിടെ ധാരാളം സിദ്ധന്മാര് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ ആ 6ാമത്തെ വിളക്ക് കൊടുത്താം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. പിന്നീട് 7ാമത്തെ കോട്ടയായതായ വെള്ളി കൊണ്ടുള്ളതായ, മുഴുവൻ വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കോട്ടയാണ്. അതിനകത്ത് ഹേമന്തം എന്ന് പറഞ്ഞതായിട്ടുള്ള കാല ഋതുവാണ്. ആ 7ാമത്തെ വെള്ളിക്കോട്ടയ്ക്കകത്ത് അവിടെ 7 എന്നുള്ളതായ നമ്പർ കിട്ടിയ ആളുകൾക്ക് ആ വിളക്ക് കൊടുത്താം. ആ ഹേമന്തത്തിന്റെ ഭാര്യമാരായിട്ടുള്ളതായ സഹസ്രശ്രീ എന്ന് പറഞ്ഞതായ വ്യക്തികളുമായിക്കൊണ്ട് ഹേമന്തം അവിടെ വളരെ മനോഹരമായിട്ട് പുഷ്പങ്ങളെയൊക്കെ വിരിയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ജലമേജയം കണ്ടത്. അനവധി സിദ്ധന്മാരും അപ്സരസ്സുകളും അവിടെ ദേവിയെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നതായ രീതി കണ്ടു എന്ന് പറയും. അതിന്റെ ഭാഗമായിട്ട് 7ാമത്തെ കോട്ടയുടെ ഭാഗമായി ഇവിടെ ദീപാരാധന. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. 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 പിന്നീട് 8ാമത്തെ കോട്ടയാണ്. സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു 8ാമത്തെ കോട്ട. ഈ 8ാമത്തെ വിളക്ക് കൊളുത്താം. ആ കോട്ടയ്ക്കകത്തായിക്കൊണ്ട് പ്രധാനമായിട്ട് ഉള്ളതായ ഋതു ശിശിരം ആയിരുന്നു എന്നാണ്. തപസ്യശ്രീ മുതലായവരൊക്കെയാണ് ആ ഋതുവിൻ്റെതായ ഭാര്യമാര്. അവരോടൊന്നിച്ച് മേളിച്ചുകൊണ്ട് കഴിയുന്ന ആ 8ാമത്തെ കോട്ട, സ്വർണ്ണക്കോട്ടയുടെ അകത്ത് കദംബവാടിക എന്ന് പറഞ്ഞതായ മനോഹരമായ ഒരു ധ്യാനമുണ്ട്. 8ാമത്തെ കോട്ടയിലെത്തി എന്നതിന്റെ ഭാഗമായി കർപ്പൂരം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. 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 പിന്നീട് 9ാമത്തെ കോട്ട. അത് മുഴുവൻ പുഷ്യരാഗം എന്നുള്ളതായ രത്നം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അങ്ങനെ ആ 9ാമത്തെ കോട്ടയുടെ വിളക്ക് കൊളുത്താം. അവിടെ 9ാമത്തെ കോട്ടയ്ക്കകത്തായിക്കൊണ്ട് ദിക്പാലകന്മാരുടെ ഒക്കെ താമസിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇന്ദ്രന്റെ അമരാവതി എന്നുള്ളതായ കൊട്ടാരം നഗരം ഈ 9ാമത്തെ കോട്ടയ്ക്കകത്ത് പുഷ്യരാഗം കൊണ്ട് നിർമ്മിച്ച കോട്ടയ്ക്കകത്താണ് എന്ന് പറയും. അവിടെ
യമപുരിയുണ്ട്, വായുവിന്റെയും യമധർമ്മരാജാവിന്റെയും ഒക്കെ കൊട്ടാരങ്ങൾ. അങ്ങനെ ആ 9ാമത്തെ കോട്ടയുടെ ഭാഗമായിട്ട് വിളക്ക് കൊളുത്തുന്നതാണ്. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. പിന്നീട് പത്താമത്തെ കോട്ടയായ പത്മരാഗം എന്നുള്ളതായ കോട്ടയ്ക്കകത്ത് എത്തിച്ചേർന്നു. അവിടെ 64 കളകളുടേതായിട്ടുള്ളതായ ദേവതകളൊക്കെ അവിടെ കാത്തു നിൽക്കുന്നു. ആ ദേവതകളുടെ ഒപ്പം തന്നെ ദേവിയെ സംരക്ഷിക്കാനായിക്കൊണ്ട് ആയുധങ്ങളുമായിക്കൊണ്ട് പല വിധത്തിലുള്ളതായ ദേവതകളെയും അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ ഈ പത്മരാഗ കോട്ടയ്ക്കകത്ത് 10ാമത്തെ കോട്ടയ്ക്കകത്ത് ഇതിന്റെ ഭാഗമായി ഇവിടെ ദീപാരാധന ചെയ്യുന്നതാണ്. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. 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 പിന്നീട് 11ാമത്തെ കോട്ട ഗോമേതകം എന്നുള്ള രത്നം കൊണ്ട്, മുഴുവൻ ഗോമേതകം എന്നുള്ള രത്നം കൊണ്ട് ഉണ്ടാക്കിയതായ വെട്ടിത്തിളങ്ങുന്നതായ ആ കോട്ടയ്ക്കകത്ത് ചെന്നപ്പോൾ ദേവിയുടേതായ ഉപദേവതകളായിട്ടുള്ള 32 മഹാദേവിമാരെ കാണാനായിട്ട് സാധിച്ചു. ഈ ഓരോ ദേവിമാർക്കും 10 അക്ഷൗഹിണി വീതം പടയും ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ആ 11ാമത്തെ ഗോമേതക കോട്ടയ്ക്കകത്തെത്തിയതിന്റെ ഫലമായിട്ട് ഇവിടെ ദീപാരാധന ചെയ്യുന്നതാണ്. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. പിന്നീട് 12ാമത്തെ കോട്ട മുഴുവൻ വജ്രം കൊണ്ട് നിർമ്മിച്ചതായ വലുതായൊരു കോട്ടയായിരുന്നു. ആ 12ാമത്തെ വജ്രക്കോട്ടയ്ക്കകത്ത് എത്തിയതിന്റെ ഭാഗമായി 12ാമത്തെ വിളക്ക് കൊളുത്താം. അവിടെ അഷ്ടദേവതകള് ഭുവനേശ്വരിയെ ഭുവനേശ്വരി ദേവിയുടെ പരിചാരികമാരൊക്കെ താമസിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെയുള്ളതായ അഷ്ടദേവകളുടെ പേരൊക്കെ അനംഗമദന, മദനാശതുര, ഭുവനേത, ഭുവനപാലിക, അനംഗമദന മുതലായ ദേവിമാരെയൊക്കെ അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെയുള്ള വജ്രക്കോട്ട 12ാമത്തെ കോട്ടയിലെത്തിയതിന്റെ ഭാഗമായി ദീപാരാധന. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. പിന്നീട് 13ാമത്തെ കോട്ടയാണ്. അത് മുഴുവൻ വൈഡൂര്യം കൊണ്ട് നിർമ്മിച്ചതായ, വൈഡൂര്യ രത്നം കൊണ്ട് നിർമ്മിച്ചതായ 13ാമത്തെ കോട്ട. ആ 13ാമത്തെ വിളക്ക് കൊളുത്താം. അവിടെ സപ്തമാതാക്കളെ കാണാനായിട്ട് സാധിച്ചു എന്നാണ്. ദേവിയുടെ അനുചരരായിട്ടുള്ളതായ ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരീ ലീലയ കൗമാരി ബുധപ്രദാശനകരി ചക്രായുധ വൈഷ്ണവി വാരാഹി ഘനഘോര ഗർഭരമുഖി ദൃഷ്ട്രീ ച വജ്രായുധ ചാമുണ്ഡാ ഗണനാഥ രുദ്രസഹിത രക്ഷന്തു മമ്മാതര. അങ്ങനെ ആ വൈഡൂര്യ കോട്ടയ്ക്കകത്ത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് 13ാമത്തെ ഇവിടെ കർപ്പൂരം കത്തിക്കുന്നതാണ്. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ.
അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. പിന്നീട് 14ാമത്തെ കോട്ട, അത് ഇന്ദ്രനീലം എന്ന് പറഞ്ഞതായ രത്നം കൊണ്ട് നിർമ്മിച്ചതാണ്. മുഴുവൻ ഇന്ദ്രനീലക്കല്ല് പതിച്ചതായ കോട്ടയ്ക്കകത്തായിക്കൊണ്ട് ദേവിയുടെ ഷോഡശി ശക്തികൾ പറഞ്ഞാൽ 16 ശക്തികൾ, ദേവീ ശക്തികൾ, കാളി, കരാളി, ദുർഗ, ശ്രദ്ധ, നേത, ശ്രുതി, സ്മൃതി മുതലായതായ ദേവിമാരെയൊക്കെ കാണാൻ സാധിച്ചു. അതിൻ്റെ രീതിയായിക്കൊണ്ട് അവിടെ 14ാമത്തെ കോട്ടയിൽ ദീപാരാധന. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. പിന്നീട് 15ാമത്തെ കോട്ട മുത്തുകൊണ്ട് നിർമ്മിച്ചതാണ്. മുഴുവൻ മുത്തുകൊണ്ട് നിർമ്മിച്ചതായ ആ 15ാമത്തെ കോട്ടയ്ക്കകത്തായിക്കൊണ്ട് 8 ദളമുള്ള അഷ്ടദളത്തിൻ്റെതായ ഒരു പങ്കജം താമരയുണ്ട്. അതില് ദേവിയുടെ 8 മന്ത്രിണിമാര് താമസിക്കണം. അനങ്കമാത മുതലായ ദേവിമാരെയൊക്കെ അവിടെ ആ മുത്തുകോട്ടയ്ക്കകത്ത് കാണാൻ സാധിച്ചു. അവരെയൊക്കെ നമസ്കരിച്ചു. അങ്ങനെ 15ാമത്തെ കോട്ടയിലെത്തിയതിന്റെ ഭാഗമായി ദീപാരാധന. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. പിന്നീട് 16ാമതായിട്ട് മരതകം കൊണ്ട് നിർമ്മിച്ചതായ മരതകക്കോട്ട. ആ മരതകക്കോട്ടയുടെ അകത്തായിക്കൊണ്ടാണ് ഗായത്രി ദേവി താമസിക്കുന്നത്. ഗായത്രി ദേവിയുടെ ഒപ്പം തന്നെ സാവിത്രി ദേവിയും പഞ്ചമുഖ രുദ്രന്മാരും വിഘ്നേശ്വരനും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞതായ മരതകക്കോട്ട. 14ാമത്തെ കോട്ടയ്ക്കകത്ത് എത്തി എന്നുള്ളതിന്റെ ഭാഗമായി ഇവിടെ ദീപാരാധന. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. 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 പിന്നീട് 17ാമത്തെ കോട്ട, അതില് പ്രവാളം എന്ന് പറഞ്ഞതായ രത്നം ഏറ്റവും വിലപിടിച്ചതായ മനോഹരമായ പ്രവാള രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ആ 17ാമത്തെ കോട്ടയ്ക്കകത്തെത്തിയതിന്റെ അവിടെ പഞ്ചഭൂത ദേവതകളെ കാണാൻ സാധിച്ചു. ഹൃല്ലേഖ, ഗഗന, രക്തകാളിക മുതലായതായ ദേവിമാരെയൊക്കെ കണ്ടു. ആ 17ാമത്തെ വിളക്ക് കൊളത്താവുന്നതാണ്. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. 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 പിന്നീട് ജനമേജയനും വ്യാസമഹർഷിയുമൊക്കെ 18ാമത്തെ നവരത്നം കൊണ്ട് നിർമ്മിച്ചതായ കോട്ടയ്ക്കകത്തെത്തി എന്ന 18ാമത്തേതായ നിങ്ങൾക്ക് കൊടുക്കാം. അതിനകത്തായിക്കൊണ്ടാണ് ഭുവനേശ്വരി ദേവിയെ 7 കോടി മന്ത്രദേവതകളുമായി ദർശിക്കാനായിട്ട് സാധിക്കും. അവിടെയുള്ളതായ 4 മണ്ഡപങ്ങളില് പ്രധാനമായ മണ്ഡപത്തിലായിക്കൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഭുവനേശ്വരി ദേവി വെട്ടിത്തിളങ്ങുന്നതായ കാഴ്ച കണ്ടു. ആ ദേവിയുടേതായ ചുറ്റും അനവധി ഭക്തന്മാരും മറ്റു ഉപദേവതകളും ഒക്കെ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് നിൽക്കണം. അങ്ങനെ ആ ഭുവനേശ്വരി ദേവിയെ നമസ്കരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതായ പരീക്ഷിത്ത് രാജാവിന്റെ ആത്മാശക്തി ആ ഭുവനേശ്വരി ദേവിയിൽ ലയിച്ചു നിൽക്കുന്നതായ കാഴ്ച കണ്ടു. ആ 18ാമത്തെ
അവസാനത്തെ കോട്ടയ്ക്കകത്ത് ഭുവനേശ്വരി ദേവിയുടെ ദർശനമുണ്ടായി എന്നതിന്റെ ഭാഗമായി ഇവിടെ കർപ്പൂരം കാണിക്കുകയാണ്. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. 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 സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. ശ്രീ ജഗദംബികായൈ നമ. അങ്ങനെ ഭുവനേശ്വരിയായിട്ടുള്ള ദേവിയുടെ ദർശനമുണ്ടായി. കേരളത്തിലൊക്കെ പൂർവ്വങ്ങളിൽ എല്ലാ തറവാടുകളിലും ഈ ഭുവനേശ്വരി ദേവിയെയാണ് ഉപാസിച്ചിരുന്നത്. അതുകൊണ്ട് തീർച്ചയായും ബോംബെയിലെത്തിയ നമുക്ക് ഈ അനവധി കാലത്തിന് ശേഷം ആ തറവാട്ടിലെ ഉപദേവതയെ ഇവിടെ സ്മരിക്കാനും ദർശിക്കാനും ഒക്കെ സാധിച്ചു. അതിന് ഉപോത്ബലകമായിട്ട് മനോഹരമായി ഈ പറഞ്ഞതായി 72 വിളക്കുകളോളം കൊളുത്തിക്കൊണ്ട് ആ ഭുവനേശ്വരി ദേവി ഉപാസിക്കാൻ സാധിച്ചു എന്നത് ഏറ്റവും മഹത്താണ്. അതിൽ പങ്കെടുത്ത എല്ലാ ഭക്തന്മാർക്കും ആ ഭുവനേശ്വരി ദേവിയുടെ പൂർണ്ണ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ദേവി ഭാഗവതത്തിന്റെ മഹത്തായ സമർപ്പണം ആണ് നമ്മൾ ഇവിടെ ഇതുവരെ കണ്ടത്. ദേവി ഭാഗവതത്തിൻ്റെതായ സംഗ്രഹം ആണ് നമുക്കിനി പാരായണം ചെയ്യാനുള്ളത്. ഈ ദേവി ഭാഗവത യജ്ഞം നവാഹം മനോഹരമായിട്ട് നമുക്ക് ഇവിടെ സമർപ്പിക്കാനായിട്ട് സാധിക്കണം. ഇതിൽ അനവധി പേര് പ്രയത്നിച്ചിട്ടുണ്ട്. ഇതിൽ സംഘാടകര്, അതുപോലെ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ, അവര് ഇത് ഏറ്റെടുത്ത് ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്കിതിവിടെ ചെയ്യാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ആ ക്ഷേത്രഭാരികളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അനവധി ഭക്തന്മാര് പല സമയങ്ങളായിട്ട് ഇതിൽ പങ്കെടുത്തു. ആ ഭക്തന്മാർക്കൊക്കെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ദേവി ഭാഗവതവും നാരായണീയവും ഒക്കെ ഉപാസിക്കുന്നത് കൊണ്ട് നമുക്കും നമ്മുടെ ചുറ്റുപാടും ഇനി വരുന്ന തലമുറയ്ക്കുമൊക്കെ ഗുണമുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിൽ ഏവരും പങ്കാളികളാവാൻ പരിശ്രമിക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് എത്ര നമുക്ക് ദേവിക്ക് വേണ്ടി, ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റണോ എന്നുള്ളത് മഹത്താണ്. ഈ വിചാരധാര എന്ന അങ്ങനെയാണ് ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഒരു ചെറിയ രീതിയിൽ അത് തുടങ്ങിയത്. വിചാരധാരയിൽ പഠിച്ച വ്യക്തികളൊക്കെ ഭാഗവതവും അതുപോലെ ദേവീ ഭാഗവതവും ഒക്കെ ഇപ്പൊ ധാരാളം അവതരിപ്പിക്കുന്നതായ ആചാര്യന്മാരൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു 10ഓളം പേര് ഇപ്പൊ തന്നെ കേരളത്തിൽ നമ്മുടെ വിചാരധാരയിൽ പഠിച്ചതായ 5 പേരുടെ സപ്താഹം കേരളത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായ ഈ ഉപാസന അത് തുടർച്ചയായിട്ട് എപ്പോഴും നടത്തണം എന്നുള്ള താല്പര്യത്തിൽ ബോംബെയിലായിക്കൊണ്ട് മലാഡില് ഒരു ഫ്ലാറ്റ് എടുത്ത് ഇതിൽ നമ്മൾ എല്ലാ മാസവും സപ്താഹം ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അവിടെ വന്ന് സപ്താഹം ചെയ്യാം. താമസിക്കാനും സൗകര്യമുണ്ട്. ദൂരമാണ് എന്നുണ്ടെങ്കിൽ ഒരു 3 പേർക്ക് 1 റൂം ഹാൾ കിച്ചനാണ്. ഒരു 3 പേർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ പറ്റുന്ന ആളുകൾ അത് ഉപയോഗപ്പെടുത്താൻ കാര്യമായ ചെലവുകളൊന്നും വരില്ല. ഒരു 20 പേര് പങ്കെടുക്കുകയാണെങ്കിൽ 7 ദിവസത്തിന് 15,000 രൂപ ആഹാരത്തിന് വരുള്ളൂ. കാരണം 150 രൂപ പ്രകാരം അവിടെ അത് ചെയ്യാനൊരു കാറ്ററിംഗ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. 7-8 സപ്താഹങ്ങളായി അവിടെ നടക്കുന്നു. എല്ലാ മാസവും ഒരു സപ്താഹം എന്നുള്ള നിലയ്ക്ക് അതിൽ ഭക്തന്മാരായ ആളുകൾക്ക്, എവിടെയുള്ള ആളുകൾക്കും ഈ ഭാഗവതം വായിക്കാൻ അറിയുന്നവർക്ക് ഭാഗവതമോ നാരായണീയമോ ദേവീ ഭാഗവതമോ രാമായണമോ ഒക്കെ അവിടെ സത്സംഗമായിട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. ഇത് മാത്രമല്ല, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഗുരുവായൂരം ഒരു സ്ഥലം തയ്യാറായി വരുന്നുണ്ട്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന്റെ എതിർഭാഗത്ത് ആയിക്കൊണ്ട് അവിടെ കുമാർ നഗർ എന്നുള്ള സ്ഥലത്ത് വലുതായ ഒരു ഹാളും അതിനോടനുബന്ധിച്ച് ആവശ്യമായ താമസ സ്ഥലമൊക്കെ നമ്മൾ അവിടെ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പഠിതാക്കൾ തരുന്നതായ സമ്പത്ത് കൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനമായ ഫൗണ്ടേഷൻ വർക്കും തറയുടെ പണിയൊക്കെ കഴിഞ്ഞു. ഒരു 3 മാസത്തിനുള്ളിൽ അത് ഹാളാകുമെന്നും നമുക്ക് അവിടെ സപ്താഹങ്ങൾ തുടർച്ചയായിട്ട്, കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ 50,000 രൂപയാണ് ഈ സപ്താഹത്തിന് ഒരു കാഴ്ചയ്ക്ക് വാങ്ങിക്കുന്നത്. അവിടെ എവിടെ ഹാള് ചോദിച്ചാലും ഒരു സപ്താഹം നടത്താൻ 85,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. കുറഞ്ഞ രീതിക്കെങ്കിലും ഹാളിന്റെ ചെലവ്, ആഹാരത്തിന്റെ എല്ലാം. അവിടെ നമ്മൾ ഇതിനു മുമ്പ് ഓരോ ക്ലാസ്സുകാരുടെ പല ക്ലാസ്സുകാരുടെ സപ്താഹം ഗുരുവായൂർ വെച്ച് ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിന് പുറത്തുള്ള ഹാളിലൊക്കെ ഒരു ഹാളിന് 7 ദിവസം ആകുമ്പോഴേക്കും അതിന്റെ ബൈക്കും ഒക്കെ ആയിട്ട് 85,000 രൂപ ചുരുങ്ങിയ ചെലവാകും. പിന്നെ ആഹാരത്തിന്റെയും പൂജയുടെയും ഒക്കെ ചെലവ് കയറും. അതുകൊണ്ട് കുറഞ്ഞ ചെലവിലായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ സപ്താഹം ചെയ്യാനുള്ളതായ സൗകര്യം ഗുരുവായൂരുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ള ഇതിൽ ഭാഗവതവുമായി ബന്ധമുള്ള ഏവർക്കും ആ സന്ദേശം നിങ്ങൾ എത്തിക്കുക. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ വസ്തുത അവിടെയുണ്ട്. ഈ ദേവിയുടേതായ ദേവീ ഭാഗവതത്തില് സംഗ്രഹമില്ലെങ്കിലും പിന്നീട് ഒരു മഹാത്മാവ് ഇതിന് സംഗ്രഹം നിർമ്മിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതായ ദേവീ ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങളിലെയും ആ ചരിത്രങ്ങളെ ഓരോ ചെറിയതായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന രീതിയാണ്. 9 ദിവസം പറഞ്ഞതായ വസ്തുതകളെ ഒരു 10 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. കാരണം വരുന്ന കാലങ്ങളിൽ ആളുകൾക്ക് സമയമുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഈ സംഗ്രഹം കേട്ടാലും ദേവീ ഭാഗവതം അറിയുന്നവർക്ക് സംഗ്രഹം കേട്ടാലും ഈ ദേവീ ഭാഗവതം മുഴുവൻ കേട്ടതിൻ്റെ ഫലമാണ്. കാരണം അതിൽ ഒരു വാക്ക് ഈ ഭുവനേശ്വരിയുടേതായ കഥ എന്ന് പറയുമ്പോഴേക്കും ഇത് അറിയുന്ന ആളുകളുടെ മനസ്സിൽ കൂടിയേ ആ കഥ മുഴുവൻ അനുഭവമായിട്ട് വരും. നമ്മുടെ മനസ്സിന് അത്രയും ശക്തിയുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ അനുഭവിക്കാനും മറ്റുള്ള കഴിവ് ഉള്ളതാണ് നമ്മുടെ മനസ്സ്. നമ്മൾ കാണുന്ന സ്വപ്നം, ഏറ്റവും വലിയ സ്വപ്നം പോലും 3 സെക്കൻഡേ ഉള്ളൂ എന്നാണ്. 3 സെക്കൻഡ് കൊണ്ട് 30 കൊല്ലത്തെ കാര്യം അനുഭവിക്കാൻ ഈ മനസ്സിന് കഴിവുണ്ട്. അത്രയും ശക്തമാണ് നമ്മുടെ മനസ്സ്. അപ്പൊ ആ ഒരു തലത്തിലാണ് ആചാര്യന്മാര് ഇതിന്റെ ആ സംഗ്രഹമാണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്യുന്നത്. ആ സംഗ്രഹം പാരായണം ചെയ്തതിന് ശേഷം ദീപാരാധന ചെയ്ത് ഇത് സമർപ്പിക്കും. പിന്നീട് ഈ സംഘാടകര് പറയുന്നത് പോലെ ബാക്കി കാര്യങ്ങൾ അതിനുശേഷം ആഹാരമൊക്കെ താഴത്ത് തയ്യാറായി വരുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളതായ അന്നദാനം തയ്യാറാണ്. എല്ലാ ആളുകൾക്കുമുള്ള അന്നദാനമുണ്ട്. അതുകൊണ്ട് തിരക്ക് കൂട്ടരുത്. അവിടെ ഇരുന്ന് കഴിക്കാൻ കൂടുതൽ സ്ഥലമില്ല. അതുകൊണ്ട് ധാരാളം പേര് വന്നതുകൊണ്ട് എല്ലാവർക്കുമുള്ളതായ അന്നദാനം തയ്യാറായിട്ടുണ്ട്. നമ്മളിവിടെ സമർപ്പണത്തിന് ശേഷം അതിൽ പങ്കുകൊള്ളാം. അത് പങ്കുകൊണ്ട് വേണം പോകാൻ എന്ന് പറയുന്നു. അതുപോലെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും ഭജനയുണ്ട് വൈകുന്നേരം. അപ്പൊ പറ്റുന്ന ആളുകളൊക്കെ അതിൽ വന്ന് പങ്കെടുക്കാം. അതിൽ കുറച്ച് സമയമെങ്കിലും അതിൽ വന്നിരുന്നാൽ നമ്മുടെ വ്യക്തിത്വത്തിൽ വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഒരു ക്ഷേത്രം ആകുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്തിനാണ് ക്ഷേത്രം എന്ന് ചോദിച്ചാൽ ഭഗവാന് വേണ്ടിയല്ല, നമുക്ക് നന്നാവാൻ വേണ്ടിയാണ്. ഇത് നമ്മളിൽ ഈ ബോധം വേണം. ഇത് നമ്മളെ നന്നാക്കും എന്ന് മാത്രമല്ല, കുടുംബത്തിലെ ആളുകളോ ബന്ധുക്കളോ പരിചയമുള്ള ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ ഈശ്വരനെ ഓർത്തുകൊണ്ട് ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ഒരു ജീവിത രീതിയുണ്ട്. ഇതൊരു അനദർ പ്ലെയിൻ ഓഫ് ലൈഫ് എന്ന് അറിയാതെയാവുമ്പോഴാണ് ഈ പറഞ്ഞതായ മദ്യവും മയക്കുമരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ട് ജീവിതം ആകെ വിഷമിക്കുന്ന രീതി വരുന്നത്. സമ്പത്തിനൊന്നും മലയാളികൾക്ക് ഒരു കാലത്തും കുറവുണ്ടാവില്ല. ഗുരുവായൂരപ്പന്റെയും മഹാലക്ഷ്മിയുടെയും അയ്യപ്പന്റെയും അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ബോംബെയിലൊക്കെയുള്ളതായ ക്ഷേത്രങ്ങൾ എവിടെ വിളി മുഴങ്ങുമോ അവിടെ ഭഗവാൻ വരും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ബോംബെ. 40ഓളം ക്ഷേത്രങ്ങൾ ഇവിടെ മലയാളികളുടേതായിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ വെച്ച് നന്നായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഭക്തന്മാരുടെ സഹകരണം. അതിൽ പല ക്ഷേത്രങ്ങൾക്കും യാതൊരു വിധത്തിലുള്ളതായ പെർമിഷൻ ഇല്ലാതെയും 10-35 വർഷമായിട്ട് ഗംഭീരമായിട്ട് 500 കോടിയൊക്കെ വിലപ്പിലുള്ള ക്ഷേത്രങ്ങൾ ബോംബെയിൽ ധാരാളമുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ സാന്നിധ്യം. കാരണം ഒരു ധനികനാണ് എന്ന് പറഞ്ഞ ഏതൊരു ധനികനും അങ്ങനെ ഒരു പേപ്പറും ഇല്ലാതെ BMCയുടെ പെർമിഷൻ ഇല്ലാണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഗുരുവായൂരപ്പന്റെയും അയ്യപ്പന്റെയും പല ക്ഷേത്രങ്ങൾക്കും എന്തില്ല, ഒരു വിധത്തിലുള്ള പേപ്പറും ഇല്ല. പക്ഷേ ആ ഗുരുവായൂരപ്പനും അയ്യപ്പനും 500-600 കോടിയൊക്കെ അസറ്റോട് കൂടി ഇവിടെ ഈ ബോംബെയിൽ ക്ഷേത്രങ്ങളായിട്ട് 35-38 വർഷമായിട്ട് തുടർച്ചയായിട്ട് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അയ്യപ്പനും ഗുരുവായൂരപ്പനും ഒക്കെ സത്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് ചോദിക്കരുത് ഈശ്വരനുണ്ടോ എന്ന്. കാരണം ഈ മലയാളികളായ നമുക്കതറിയാം. അപ്പൊ അതുകൊണ്ട് ഇത്തരം വസ്തുതകൾ ഉപയോഗപ്പെടുത്താം. ക്ഷേത്രമൊക്കെ കൊണ്ടു നടക്കാൻ ഇന്ന് കാലത്ത് വലിയ വിഷമമാണ്, എളുപ്പമുള്ള കാര്യമല്ല. അതിൽ സംഘാടകരായിട്ടുള്ളവർക്ക് അത് അതിലേറെ പ്രശ്നമാണ്. എങ്കിലും അവർ വളരെ കഷ്ടപ്പെട്ടും ഒക്കെയാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പല കുറ്റവും പറയാൻ പറ്റും. ആ അമ്പലത്തിൽ ഇങ്ങനെയല്ല, മറ്റതാണ് മരിച്ചതാണ്, കാല് വെച്ച ചളിയാവുന്നതൊക്കെ പറയാം. പക്ഷെ അത് കൊണ്ടു നടക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അതാത് സംഘാടകരെ ആവുന്ന രീതിയിലൊക്കെ സഹായിക്കാം. ഇത്തരം ക്ഷേത്ര സന്നിധാനങ്ങൾ കൂടുതൽ ഉയർന്നു വരാനായിക്കൊണ്ട്
അവരോടൊപ്പം ചേർന്ന് പരിശ്രമിക്കാൻ ഏവരും പരിശ്രമിക്കട്ടെ. ഇത്തരം യജ്ഞങ്ങള്, വസ്തുതകള്, ഇതിന്റെ പഠനങ്ങൾ ഒക്കെ ആ ക്ഷേത്ര സന്നിധിയിൽ നടന്നു വരട്ടെ. അപ്പൊ അതിനെന്ത് വേണം? ഒരു കൂട്ടായ്മ വേണം. അതുകൊണ്ടാണ് ശനിയാഴ്ച ഇവിടെ എല്ലാ ശനിയാഴ്ചയും ഭജനയുണ്ട്. വെറും ഒരു ഭജനയല്ല. അങ്ങനെ വരുമ്പോഴേ നമ്മൾ മലയാളികൾ ആയിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് പരസ്പരം കാണാനും ഈശ്വരീയമായ കാര്യങ്ങൾ വളർത്താനുമുള്ളതായ ഒരു വീതി കിട്ടുള്ളൂ. മറ്റ് മതങ്ങളെ കുറ്റം പറയുന്നതിലൊന്നും കാര്യമില്ല. ആ മതങ്ങൾ അവരുടേതായ കൂട്ടായ്മയോടുകൂടി അവർ നിൽക്കുന്നത് കൊണ്ട് എല്ലാ രാഷ്ട്രീയത്തിന്റെ ഭരണത്തിന്റെ ആളുകളും അവരുടെ ഒപ്പം നിൽക്കുള്ളൂ. കാരണം വോട്ടിന്റെ പ്രശ്നമാണ്, കാര്യങ്ങൾ അറിയാതെയല്ല. അതുകൊണ്ട് ഹിന്ദുക്കളായ നമ്മൾ വളരെ വിഭജിച്ച് നിൽക്കണം. അതൊക്കെ എന്തോ ആവട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് കൂടിയുള്ള സൗകര്യമാണ് ഈ ക്ഷേത്രങ്ങൾ. അവിടെ വരുമ്പോഴേ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു നവാഹം ചെയ്തപ്പോ ഞായറാഴ്ചയായപ്പോ കുറെ ഭക്തന്മാർ ഒന്നിച്ച് കണ്ടുമുട്ടി. അപ്പൊ ഇത്രയും ഭക്തന്മാരായ ആളുകളുണ്ട് എന്നറിയുമ്പോൾ തന്നെ മറ്റു ഭക്തന്മാർക്കും ഒരു സമാധാനം, സന്തോഷമാണ്. ഈ കൂട്ടായ്മ വളരെ പ്രധാനമാണ്. അത് നിലനിർത്താനായിക്കൊണ്ട് ക്ഷേത്ര സങ്കേതങ്ങളെ നടക്കുന്നുള്ളൂ. രാഷ്ട്രീയമായിട്ട് നമുക്കൊരു കൂട്ടായ്മയുണ്ട് എന്ന് പറയാൻ വയ്യ. അതിലൊക്കെ എന്തുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് മറ്റ് മതങ്ങളുടെ രീതിയെ കുറ്റം പറയാതെ നമ്മുടേതായ ശക്തി, അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് പറയാനാണ്. പല ആളുകളും ചോദിക്കുന്നുണ്ടാവും, ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു ക്ഷേത്രം എന്നൊക്കെ. അതങ്ങനെയല്ല. അതാത് ക്ഷേത്രങ്ങളുടെ സങ്കേതത്തില് തുടക്കം മുതൽ അവിടെയുള്ള ആളുകൾക്കും അത് ബോധ്യമാണ്. കാരണം ആ ഗുരുവായൂരപ്പനും അയ്യപ്പനും ദേവിയൊക്കെ അതാത് ക്ഷേത്രങ്ങളെ വളരെയധികം വികസിപ്പിച്ച് വളർത്തിയിട്ടുണ്ട്. ഏത് ക്ഷേത്രത്തിന്റെ കാര്യം ബോംബെയിലുള്ളത് എടുത്താൽ, ഇവിടെ പോവാകിലൊക്കെ 30 വർഷം 25 വർഷം മുമ്പൊക്കെ, ഇവിടെ 25 വർഷം 20 വർഷം മുമ്പോ മറ്റേ ഞാനൊരു സപ്താഹത്തിന് പട്ടാമ്പി രാജഗോപാൽജിയോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഇവിടെ വെറും ഒരു തബേലയായിരുന്നു. അന്നത്തെ ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ല. അന്ന് ആലോചിച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാവും, ഇതിന് സൗകര്യം ഉണ്ടാവും. കാരണം എന്താ? ആ ഈശ്വരന്റെ സാന്നിധ്യമാണ്. ഇതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളും ഈ ബോംബെയിലായതുകൊണ്ട് ഞാൻ ഒരുമാതിരി ഈ 40-30 ക്ഷേത്രങ്ങളിൽ ഈ പാരായണം, അതുകൊണ്ടാണ് എനിക്കിത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ പിന്നില് പ്രവർത്തിച്ച് പിന്നീട് അതിലൊക്കെ ആ ഈശ്വരന്റെ നിറ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അത് ഇങ്ങനെയായിട്ട് വളർന്ന് വികസിച്ച് വരുന്നത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ആ ഈശ്വരൻ്റെതായ അനുഭവം നമ്മളിൽ നിറഞ്ഞു നിൽക്കാനായിക്കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിതിലെ സംഗ്രഹത്തിലേക്ക് കടക്കുകയാണ്. ദേവി ഭാഗവതത്തിന്റെ സംഗ്രഹം. അത് കയ്യിലുള്ള ആളുകൾക്ക് അതൊപ്പം ജപിക്കാം. അതിനുശേഷം നമ്മൾ ദീപാരാധന ചെയ്ത് സമർപ്പിക്കും. നമോ ധർമ്മ